ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ BLDCൻ്റെ റെഡി ടു കിറ്റ്. ഇവരെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BLDC കൺവേർഷൻ കിറ്റാണ്, അതുപോലെ തന്നെ പുതിയ ഫാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡി ടു കിറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുതിയ ഫാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റ് നമ്മൾ അയച്ചു തരികയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് ലീഫ് ഉണ്ടാവും, ഇതുപോലത്തെ 3 ലീഫ് വരുന്ന ഒരു ഇത് വരും. ഈ കിറ്റിനകത്തുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ലീഫ് ഉണ്ടാവും, പുറമെ റിമോട്ട് ഉണ്ടാവും, RFൻ്റെ ഡബിൾ കിറ്റാണ് വരുന്നത്, അതായത് ഡബിൾ ബോർഡുള്ള കിറ്റാണ് വരുന്നത്. 24 വോൾട്ടും, അതായത് ഇതിന് മിനിമം 12 വോൾട്ടും മാക്സിമം 36 വോൾട്ടും സപ്പോർട്ട് ചെയ്യും. ആ ഒരു രീതിയിലുള്ള വോൾട്ടേജാണ്. AC പവർ സപ്ലൈ ആണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ കിറ്റ് പോലെ തന്നെയാണ്, പക്ഷേ RFൻ്റെ സെപ്പറേറ്റ് ബോർഡാണ് വരുന്നത്. മറ്റേത് IRൽ സെൻസറുള്ള ടൈപ്പാണ്. ഇതിനകത്തൊരു ചെറിയൊരു ആൻറ്റിനയാണ്. ഈ ആൻറ്റിന ഈ പാർട്സിലൊന്നും, അതായത് കമ്പോണൻസിലൊന്നും ടച്ച് ആകാതെ ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. നല്ല അത്യാവശ്യം റേഞ്ചും കിട്ടും. പിന്നെ നമ്മൾ ഉള്ളത് ഇതിനകത്ത് വരുന്നത് 2 ബെയറിങ് വരും, അതുപോലെ തന്നെ ബോട്ടം ഇതുപോലത്തെ ബോഡി വരും, ഈ സ്റ്റാമ്പ് അതായത് കോയിൽ വരും. ഈ കോയിലിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ കിറ്റിൽ വരുന്ന കോയിലിനെക്കാട്ടിലും കുറച്ചും കൂടി സൈസ് കൂടുതലാണ്, പക്ഷേ തിക്നെസ് കുറച്ച് ഇതിന് കൂടുതലുണ്ട്. ഇത് തിക്നെസ് കുറവാണ്, സൈസ് കൂടുതലാണ്. ഇത് റെഡി ടു കിറ്റിക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. കൺവേർഷന് നമുക്ക് ഇതാണ്. പിന്നെ മാഗ്നറ്റിലൊരു മാറ്റം വന്നിട്ടുണ്ട്. മാഗ്നറ്റ് ഇതുവരെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ സൈഡും കട്ട് ചെയ്യണം, ഈ സൈഡും കട്ട് ചെയ്യണം. ഇവിടെ ഒന്ന് പിന്നെ റബ്ബ് ചെയ്ത് കൊടുക്കണ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫയൽ ചെയ്യാനുള്ള രീതിയിലാണ് വരുന്നത് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇനി ഈ മാഗ്നറ്റ് ഇല്ല. ഇനി വരുന്ന മാഗ്നറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പുതിയ ഫാൻ ഉണ്ടാക്കാൻ കൊടുക്കുന്ന മാഗ്നറ്റാണ് വരുന്നത്. ഈ മാഗ്നറ്റിൻ്റെ ഈ സൈഡ് കട്ടിംഗ് ആണ്, ഓൾറെഡി റെഡിമെയ്ഡ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് മിക്കവാറും ഫാനിനൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. ചെറുതായിട്ടൊന്ന് ഫയൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇറക്കി വെക്കാം. ഇതിൻ്റെ മുമ്പ് ചെയ്തതിനെക്കാട്ടിലും ഒന്നും കൂടി ഈസി ആയിട്ട് ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ റെഡി ടു കിറ്റിൽ വരുന്ന മാഗ്നറ്റ് ഏകദേശം ഇതാണ്. ഇതിൽ തന്നെ ചെറിയൊരു കവറിങ് കൂടി വരാണ്ട്, കവർ പെയിൻ്റൊക്കെ, അതായത് ഏക്കറിൻ്റെ പെയിൻ്റ് അടിക്കും, അതായത് ഡസ്റ്റ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പോൾ നമ്മൾ അതേപോലത്തെ ഒരു പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതുകൊണ്ടോ ഡസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിങ്ക് കളർ അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വരുന്നത് ഇതിനകത്ത് ഈ മാഗ്നറ്റാണ് വരുന്നത്. കുറച്ച് സൈസുള്ള മാഗ്നറ്റാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കും. കൂടുതലായിട്ട് റിസ്ക് ഇല്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോൾ ഓക്കെ ആയി, ലോക്കായി. ഈ സാധനം ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ ഒരു കോയിൽ കനം കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് മാഗ്നറ്റ് കുറേ കോയിൽ കുറേ അടിക്ക് ഇറങ്ങിയതായിട്ട് തോന്നുന്നത്. അത്ര ഇല്ല. പിന്നെ റിമോട്ട് എന്ന് പറയുന്നത് റെഡി ടു കിറ്റിൽ ഈ റിമോട്ടാണ് വരുന്നത്. ഒന്നും കൂടി ക്യൂട്ടായിട്ടുള്ള റിമോട്ടാണ്. നമ്മളെ RFൻ്റെ 7 സ്പീഡിൻ്റെ ഈ കിറ്റിൽ വരുന്നത്. സിംഗിൾ ബോർഡിൻ്റെ കിറ്റിനകത്ത് ഈ വലിയ റിമോട്ടാണ് വരുന്നത്, കുറച്ചും കൂടി ലാർജാണ് വരുന്നത്. പിന്നെ ഇത് പെയർ ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി പറയാണ്. നമ്മൾ ഫാന് പവർ സ്വിച്ച് ഓഫിലിട്ടതിന് ശേഷം ഈ ഓഫ് ബട്ടൺ നെക്കി പിടിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വരും, റെഡ് ഇൻഡിക്കേഷൻ ഉണ്ടാവും. നെക്കി പിടിച്ചുകൊണ്ടേ ഇരിക്കുക, വിടാനേ പാടില്ല. ആര് പറഞ്ഞാലും വിടരുത്. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നതിന് ശേഷം ഫാനിൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യുക, സ്വിച്ച് ബോർഡിൽ ഓൺ ചെയ്യുക. അപ്പോൾ ഫാൻ കറങ്ങി തുടങ്ങും. ഒരു 3-4 ബസർ അടിക്കും. അത് 3-ലാണ് മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ബസർ അടിക്കും, ചിലപ്പോൾ 4 അടിക്കും, 5 അടിക്കും, 7 വരെ അടിക്കാം. ആ ബസർ കഴിഞ്ഞതിന് ശേഷം ഒരു 10 സെക്കൻഡും ഈ ഓഫ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു ബസറും കൂടി വരും, അതോടുകൂടി പെയറായി. ഇനി ആ സൗണ്ട് കേട്ടില്ലെങ്കിലും നമ്മൾ നെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫാൻ ഇങ്ങനെ ഓഫായി ഓണായി നിൽക്കണ പോലെ തോന്നും. അതായത് ഈ റിമോട്ട് പെയറായി എന്നുള്ളതാണ്. ഇതിങ്ങനെ ഓഫായാൽ, റിമോട്ടിൽ ഓഫാക്കി കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും പെയറായി കഴിഞ്ഞാൽ. അത്ര സിമ്പിളാണ്. ഇനിയിപ്പോൾ കൂടുതൽ അയക്കണം, നമ്മൾ തന്നെ ഇവിടുന്ന് പെയർ ചെയ്തിട്ടാണ് അയക്കുന്നത്. കസ്റ്റമറിന് പെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അയക്കണ കിറ്റുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പെയർ ചെയ്തിട്ട് അയക്കുക എന്നുള്ള ഇതിലാണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മളെ സിംഗിൾ ബോർഡ്. അതിൻ്റെ റിമോട്ടാണ് ഇത്. അതിൽ വരുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇതാണ്, കട്ട് ചെയ്തിട്ട് വരുന്ന മാഗ്നറ്റാണ് റെഡിമെയ്ഡ്. ഇനി വരുന്നത് അതാണ്. കിറ്റിനകത്ത് നമുക്കിപ്പോൾ 0.1 ബെയറിങ്, 0.2 ബെയറിങ്, അതുപോലെ തന്നെ നമ്മളെ ട്രേ ഉണ്ടാവും. പിന്നെ ഷാഫ്റ്റ്, കോയിൽ, ഇങ്ങനെയുള്ള ബോട്ടം, ടോപ്പ് ബോഡി, അതുപോലെ തന്നെ RFൻ്റെ 2 ബോർഡാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ക്ലാമ്പുകളൊക്കെ ഉണ്ടാവും, റാഡ് ഉണ്ടാവും, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. പിന്നെ സ്ക്രൂകൾ ഉണ്ടാവും, അതായത് നമ്മൾ ഫാനും ലീഫും കണക്ട് ചെയ്യണത് ഉണ്ടാവും. ലീഫ് പിന്നെ 3 ലീഫ് ഇങ്ങനെ ഒരുമിച്ച് ഉള്ളത് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് പാക്കിങ് കളർ ബോക്സ് ആവില്ല,
പ്ലെയിൻ ബോക്സാണ് ഉണ്ടാവുക. കളർ ബോക്സ് ആകുമ്പോൾ നമുക്ക് 100 രൂപേൻ്റെ അടുത്ത് അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കി, കളർ ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പുതിയൊരു ഫാന് എല്ലാം അടക്കം ഒരു ഫ്രഷ് ഫാന് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പരമാവധി കസ്റ്റമർ തന്നെ അങ്ങനെ ചെയ്തുണ്ടാക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫാന് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു കാറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ട്. അതാണ് നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്ത വീഡിയോസൊക്കെ ഒരു പവർ സേവിങ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ BLDC, അതുപോലെ തന്നെ BLDCൻ്റെ വാട്ടർ പമ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്, സോളാർ പാനലുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ റിമോട്ടിൻ്റെ ഫങ്ഷൻസ് ആണ് പിന്നെ പരിചയപ്പെടാനുള്ളത്. റിമോട്ടിനകത്ത് ഓൺ ഓഫ് ഉണ്ട്, സ്മാർട്ട് മോഡ് ഉണ്ട്. സ്മാർട്ട് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പ്രകൃതി എന്നുള്ള ഒരു കാറ്റാണ്. അതിനകത്തൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് അതൊന്നും മനസ്സിലാവണില്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ മാറ്റിയിട്ട് സ്ലീപ്പ് മോഡാണ്. അതായത് കിടക്കണ സമയത്ത് ഫുൾ സ്പീഡിൽ കറങ്ങും. പിന്നെ 5, 6, 4, 5, 4, 3, 2 അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് കുറഞ്ഞ് 1 വന്ന് നേരം വെളുക്കുമ്പോൾ സെറ്റാവും. ആദ്യത്തെ റിമോട്ടിലൊക്കെ സെൻറ്ററിലായിരുന്നു അത് സ്ലീപ്പ് മോഡ് വന്നിരുന്നത്. ഇപ്പോൾ 7 സ്പീഡ് ആയതുകൊണ്ട് നമ്മൾ ഈ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈമറാണ് ഉള്ളത്, നോർമൽ ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ലോ ഹൈ ഉണ്ട്. ടൈമർ എന്ന് പറയുമ്പോൾ 1 അവർ, 4 അവർ, 8 അവറാണ്. 8 അവറിലിട്ട് 8 അവർ കഴിഞ്ഞാൽ ഓഫ് ആകുക എന്നുള്ളതാണ് ടൈമറിൻ്റെ ഫംഗ്ഷന്. പിന്നെ ഇതെടുക്കണ വാട്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാട്സ് ഉണ്ടാവുക. ഇത് അലുമിനിയം ബോഡിയാണ്. ഈ ലീഫാണെങ്കിൽ അലുമിനിയം ആണ്, ഫുൾ അലുമിനിയം ബോഡിയാണ്. ഇപ്പോൾ ഈ കിറ്റും ഈ പിന്നെ റെഡി ടു കിറ്റിലും നമ്മൾ റെഡി ടു ഫാനായിട്ട് വരുമ്പോഴും നമുക്ക് 28 വാട്ട്സ് അല്ലെങ്കിൽ 29, ഏറ്റവും കൂടുതൽ എടുത്താൽ 30 വാട്ട്സ് വരെയാണ് ഫുൾ സ്പീഡ്. നമ്മൾ ഫുൾ സ്പീഡ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. 4ലോ 5ലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 20 വാട്ട്സ്, 18 വാട്ട്സ്, 22 വാട്ട്സ് ഇതാണ് വരുന്നത്. നോർമൽ ഫാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ഫാൻ കറങ്ങണ അല്ലെങ്കിൽ 4 ഫാൻ കറങ്ങണ കറണ്ട് നമുക്ക് ഈ ഒരു ഫാന് നോർമൽ ഫാൻ എടുക്കും. ഇത് 4 എണ്ണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൺവേർഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 കിലോൻ്റെ മേലേ ഉള്ളൂ. 1.5 കിലോ പരമാവധി കാണാം. പക്ഷേ ഇത് അതിനേക്കാട്ടിലും കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു 5 വാട്ട്സ് അധികം എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് 28 എടുക്കുമ്പോൾ ഇതൊരു 32, 30 ആ ഒരു റേഞ്ചിൽ 2-3 വാട്ട്സ് അധികം എടുക്കും കൺവേർഷൻ ചെയ്യുമ്പോൾ. അത് ബോഡി വെയ്റ്റിനനുസരിച്ചാണ്. അതേപോലെ തന്നെ ഇത് നമ്മളൊരു 15 വർഷം മുമ്പത്തെയൊക്കെ ഫാനാണ് കൂടുതൽ കസ്റ്റമർ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കുറയും, ബോർഡിന് ഓവർലോഡ് വരും, കംപ്ലൈൻറ്റിന് ചാൻസ് കൂടുതലാണ്. കാരണം അത് 30 വാട്ട്സിന് മേലൊക്കെ പോകും. കാരണം 5 കിലോ 4 കിലോ വെയിറ്റാണ് പഴയ ഫാൻ വരുന്നത്. അത് കാസ്റ്റ് അയൺ ആണ്. പരമാവധി അങ്ങനത്തെ ബോഡിയിൽ ചെയ്യാതിരിക്കുക. അലുമിനിയം ബോഡി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ബില്ല് കുറക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി അലുമിനിയം ബോഡിയിൽ ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിംഗിൾ ബോർഡും നമ്മളെ 7 സ്പീഡിൻ്റെ കിറ്റ് ഇത് 12 വോൾട്ട് 10.9 ഏകദേശം 11 വോൾട്ട് മുതൽ 12-18 വോൾട്ട് വരെ മാക്സിമം ഇതിനകത്ത് കൊടുക്കാം, സപ്പോർട്ട് ചെയ്യും. ഇതിനകത്ത് AC ഡയറക്റ്റ് കണക്ട് ചെയ്യാം, അതേ സമയം തന്നെ DCയും കണക്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ചെറിയൊരു ബാറ്ററിയാണ്, വലിയ ബാറ്ററിയും കൊടുക്കാം. ചില ആളുകൾക്ക് പേടിയുണ്ട് വലിയ ബാറ്ററി കൊടുത്താൽ കത്തിപ്പോവുക. അല്ല, 12 വോൾട്ടുള്ള 100 AH 200 AH ഒക്കെ കൊടുക്കാം. ആംബിയർ കൂടുമ്പോൾ സമയം കൂടുകയാണ് ചെയ്യുക. പിന്നെ ബോർഡ് കത്തിപ്പോവില്ല. വോൾട്ടേജ് കൂടിയാൽ മാത്രമേ കത്തിപ്പോവുള്ളൂ. 24 വോൾട്ട് കൊടുത്താൽ മാത്രമേ 2 ബാറ്ററിയൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ബോർഡ് കത്തിപ്പോവുള്ളൂ. അല്ലാതെ നോർമൽ 12 വോൾട്ട് ആംബിയർ എത്ര കൊടുത്താലും ബാക്കപ്പ് കൂടുതൽ സമയം കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് RFൻ്റെ ഈ കിറ്റ്. ഇതിൻ്റെ റിമോട്ട് അടക്കം മറ്റ് ആക്സസറീസുകളെല്ലാം ഉണ്ടാവും. മാഗ്നറ്റ് ഇനി ഇതാണ് വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്തിട്ടുള്ള മാഗ്നറ്റാണ് വരുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റും കൂടിയുള്ള കിറ്റിന് 1500 രൂപയാണ്. 70 രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് നമുക്ക് വരുന്നത്. ഔട്ട് ഓഫ് കേരള ഡിഫറൻ്റ് ആണ് കൊറിയർ ചാർജ്. പിന്നെ നമ്മൾ RFൻ്റെ കിറ്റാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോർഡ് കിറ്റ് നമ്മൾ ഈ ഒരു റെഡി ടു കിറ്റിലാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഇനി അങ്ങനെ ഇത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് 1600 രൂപ വരും. ഇതിൻ്റെ റിമോട്ട് ഇതിൻ്റെ കൂടെ ഈ റിമോട്ടാണ് വരുന്നത്. ഈ റിമോട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ റിമോട്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കിറ്റിൻ്റെ കൂടെ വരുന്ന കോയിലും വ്യത്യാസം ഉണ്ടാവും. റെഡി ടു കിറ്റിൽ കോയിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഫുൾ കിറ്റ് ലീഫും കാര്യങ്ങളും ബെയറിങ് ഇങ്ങനെയുള്ള എല്ലാ ആക്സസറീസും, എന്തെങ്കിലും ആക്സസറീസ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, കനോപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടോ അറിയില്ല, എല്ലാം ഒരു പുതിയ ഫാൻ നമുക്ക് വീട്ടിലുണ്ടാക്കാനുള്ള എല്ലാ കിറ്റ് ഇതിനകത്തും ആക്സസറീസും ഇതിനകത്ത് ഇൻക്ലൂഡാണ്. 2300 രൂപയാണ് വില വരുന്നത്. കൂടുതൽ പീസ് എടുത്താലും അത് തന്നെയാണ് പ്രൈസ്. ഇതൊരു നെറ്റ് പ്രൈസായിട്ടാണ് വരുന്നത്.
പിന്നെ ഫാനോടെ വരുന്നുണ്ട്. റെഡി ടു ഫാനായിട്ട് വരുമ്പോൾ ഒരു 10-200 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. അത് ക്വാണ്ടിറ്റിയിൽ വരുമ്പോഴാണ് ആ ഡിഫറൻസ്. അല്ലെങ്കിൽ 300 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്ത് വാറണ്ടി ഉണ്ട്, 2 ഇയറും 3 ഇയറും നമ്മൾ കൊടുക്കണുണ്ട്. അതിനനുസരിച്ച് ചെറിയ വില വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്താവുമ്പോൾ റെഡി ടു കിറ്റിൽ 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ സിംഗിൾ കിറ്റ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. 12 വോൾട്ടിൻ്റെ ബോർഡ് ഇതിനകത്തേക്കും നമുക്ക് കയറ്റി കൊടുക്കാം. മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോളാർ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ 12 വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് കയറ്റിയിട്ട് മുന്നേ പറഞ്ഞാൽ മതി. പ്രൈസ് ഏകദേശം സെയിം ആണ്, ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് വാറണ്ടിയാണ്. ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ വർക്കിംഗ് വാറണ്ടിയാണ് കിട്ടുക. നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അയച്ചു തരാം, സർവീസ് ചെയ്ത് കിട്ടും. കുറേ കാലത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ ചെറിയ സർവീസ് ചാർജൊക്കെ വരും. നോർമലി നമ്മുടെ അടുത്ത് ഒരു കിറ്റ് എടുത്തിട്ട് നിങ്ങൾ വാറണ്ടി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ വർക്ക് ചെയ്യാതെ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കാതിരിക്കില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി കോള് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പല കോളുകളും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, വിഷമമുണ്ട്. കുറേ ആളുകൾക്ക് റിപ്ലൈ കൊടുത്ത് കുറച്ച് വൈകി പോയിട്ടുണ്ട്. കുറേ ആളുകളത് നമ്മൾ കണ്ടുപോയി, പക്ഷേ ആ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് വാട്സപ്പിൽ വേറെ കോൾ വന്നുകൊണ്ട് അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ ആളുകൾക്ക് അപ്പോൾ ആ ഒരു നീരസം ഉണ്ടാവും, നമ്മളെന്താണ് യൂട്യൂബിൽ നമ്പറൊക്കെ കൊടുത്തിട്ട് കോൾ എടുക്കാത്തതെന്ന്. പക്ഷേ ആരെ കോളും നമ്മൾ അറിഞ്ഞുകൊണ്ട് മിസ് ചെയ്തിട്ടില്ല. അറിയാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം. 24 അവർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ രാവിലെ 9 മണി ടു രാത്രി 9 മണി വരെ നിങ്ങൾക്ക് എനി സമയം വിളിക്കാം, നമ്മൾ അവൈലബിൾ ആവും. എന്തെങ്കിലും ബിസി ആണെന്നുണ്ടെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിൽ അതിന് റിപ്ലൈ വരും. ഇനി എല്ലാം പെയർ ചെയ്തിട്ടാണ്, കുറച്ച് സമയം എടുത്താലും നമ്മൾ പെയറൊക്കെ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ പെയർ ചെയ്യാനൊന്നും നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. കാരണം ഇതൊക്കെ കണക്ഷനൊക്കെ കൊടുത്ത് പെയർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ആൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ അത് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതലുള്ള ബുക്കിംഗ് ഒക്കെ നമുക്ക് പെയർ ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയക്കണത്. അപ്പോൾ നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണില്ല, വൈൻഡപ്പ് ചെയ്യാണ്. C4 Tech ബൈ ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ.